ഇവിടെ റീസെന്റ് ആയിട്ട് സിംഗപ്പൂർ ബാലിയിൽ മേളിക്കാൻ പോയി. മേളിക്കാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് 5 ഫ്രണ്ട്സുമായിട്ട് അടിച്ചു വിളിക്കാൻ 5 ഫ്രണ്ട്സുമായിട്ട് ഗേൾ ഫ്രണ്ട്സ് അല്ല. അപ്പോ നമ്മളെ കൊണ്ടുപോയില്ല. ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. നോക്കിയാ അതിൽ 2 ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്. അമ്മമാര് ചെറിയ വയസ്സ് തൊട്ടേ ഫ്രണ്ട്സ്. ഈ അമ്മ ഇരിക്കുന്നുല്ലേ, അമ്മ വന്ന് ഏത് അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. എന്താ മീൻ ടൈം കറക്റ്റ് ഇവക്ക് ഇവൾ എന്തൊക്കെയാ അമ്മമാരുടെ കൂടെ ഫ്രണ്ട്സ് ആവൂല. പക്ഷെ അമ്മ വന്ന് അമ്മനെ വന്ന് നമ്മുടെ കൂടെ വെള്ളം വരണമെന്ന് ആഗ്രഹമായിരിക്കും. അങ്ങനെയാ ആ അമ്മമാര് നമ്മുടെ കൂടെ വന്നില്ല. എന്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അമ്മ ഞാൻ എങ്ങനെ കുളിച്ചു പോകാൻ പറ്റും? അപ്പൊ അമ്മയുടെ കൂടെ പോയാ അതൊന്ന് ഗേൾസ് ട്രിപ്പ്. അവരുടെ അമ്മമാര് വന്നത് പേടി ഉണ്ട്, ഒരു മാതിരി ഗാർഡിയന്മാര് വന്ന്. ഓൾസോ ആ 2 അമ്മമാരും ചെറിയ വയസ്സോട്ടെ ഫ്രണ്ട്സാ. അപ്പൊ അമ്മ ആ ട്രിപ്പിന് വന്നെങ്കിൽ എന്താ പ്രോബ്ലം? വന്നെങ്കിൽ അമ്മ നമ്മുടെ കൂടെ കൂട്ടുപേരിക്കുന്ന കൂട്ടിട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അമ്മ ഒരു മുറിയിലിരുന്ന് കരഞ്ഞിരിക്കും. എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാലിപ്പോ എന്ത് പറ്റില്ല. ഗേൾസ് ട്രിപ്പ് ഇസ് എ ഗേൾസ് ട്രിപ്പ്. ഇങ്ങനെ പറഞ്ഞു എന്റെ അടുത്ത്. പറ്റില്ല, വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മക്കൾ പറയണം. മക്കളുടെ അമ്മമാര് പക്ഷെ ഞങ്ങളുടെ കൂടെ ട്രിപ്പ് ഒരു ഫ്ലൈറ്റ് മാത്രം ഒരുമിച്ച് അവർക്ക് വേറെ ഇടത്തിൽ വേറെ വണ്ടി വേറെ ഇത് എല്ലാമേ ഇവർ കൂടെ കൂട്ടുകയല്ലെന്ന്. ബിക്കോസ് ഇറ്റ്സ് എ ഗേൾസ് ട്രിപ്പ്. എപ്പോഴും ഞങ്ങൾ ഞങ്ങൾ എല്ലാരുമേ സിംഗേഴ്സാ. 5 പേരും പോയത് സിംഗേഴ്സ് ആണ്. 5 പേര് സിംഗേഴ്സ് ആണ്. എപ്പോഴും ഷോനെല്ലാം പോകുമ്പോ അവരുടെ അമ്മ കൂടെ വരും. ഇപ്പൊ ഞാൻ ഷോയ്ക്ക് പോയാ എന്റെ അപ്പാവോ അമ്മാവോ കൂടെ വരും. അപ്പോ ഗേൾസ് ട്രിപ്പിനും ഷോന് പോകുന്ന ട്രിപ്പിനും എന്ത് വ്യത്യാസം? അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞേ. ഷോന് പോയാലും ഇല്ലില്ല ഫ്രണ്ട്സ് സ്പേസ് വേണം. ഇന്നൊന്ന് ഷോന് ഇവരാ വരുന്നേ. ഷോന് പോയാ ഇവരാ കൂട്ടിട്ട് പോകുന്നേ. അപ്പോ ഞങ്ങൾ തനിയെ ഒരു അബ്രോഡിൽ പോയി മേളിക്കണമെങ്കിൽ അവിടെ അമ്മ അപ്പ ആയിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങൾ എന്ത്? അപ്പൊ എല്ലാരും പറയും ഇല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള പ്രശ്നം, നീ കല്യാണം കഴിച്ചിട്ട് എന്ത് വേണാ ചെയ്തോടി അങ്ങനെ എന്ന് പറയും. മുടി കളർ അങ്ങനെ അമ്മ പറയില്ല. അമ്മ എന്റെ അമ്മ അങ്ങനെ പറയില്ല. അങ്ങനെ എന്റെ അമ്മ പറയില്ല. പക്ഷെ മിച്ച അമ്മ കള്ള പറയും. അപ്പൊ അമ്മ അടിപൊളിയല്ലേ? അടിപൊളി അമ്മയാ. പക്ഷെ എന്റെ കൂടെ വന്ന് പ്രിയങ്ക എന്നൊരു സിംഗർ ഇവിടെ വെരി പോപ്പുലർ. അപ്പൊ അന്ന് ആ സിംഗറിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എല്ലാ കൂടെ എവിടെ പോയാലും അവരുടെ അമ്മ വരും കൂടെ. അപ്പൊ ഈ ട്രിപ്പിൽ മാത്രമാണ് ഞങ്ങൾ ഒരുമാതിരി തനിയായിരുന്നു, ഒരുമാതിരി ഭയങ്കര ഫൺ ചെയ്ത്. അമ്മ ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പെക്ട്, ഒരു കോഷ്യസ് അതൊക്കെ വരില്ലേ? റെസ്പെക്ട് എന്റെ അമ്മയ്ക്ക് റെസ്പെക്ട് ഇല്ല. പക്ഷെ മിച്ച അമ്മമാരിക്കുമ്പോ റെസ്പെക്ട് ആവില്ലേ? അപ്പൊ വന്ന് എന്റെ അമ്മ ഇരിക്കുമ്പോ ഞാൻ എന്താണ് സംസാരിക്കും. പക്ഷെ മിച്ച സിംഗേഴ്സിന്റെ അമ്മ ആയിരുന്ന ഭയങ്കര ഒരുമാതിരി ബഹുമാനം ഉണ്ടാവില്ലേ? അപ്പൊ ആ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇമാതിരി പ്രിയങ്കാവ നീங்க എപ്പോ തനിയാ വിടുവീங்க? അവ കല്യാണം വേണ്ട പുരുഷനോടെ വരട്ടാം. ഇങ്ങനെയാണ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു നിലമ. ആര് വിളിക്കും? ഞാൻ എന്റെ ഹസ്ബൻഡ് ഇവിടെ പോകും. അമ്മയുടെ ഹസ്ബൻഡ് ഇവിടെ പോകും അല്ലേ? അവനൊരു ഫോറിൻ കുട്ടിയെ കല്യാണം കഴിക്കുന്ന ആഗ്രഹം. അപ്പൊ അവന്റെ ഭാര്യനെ കൂട്ടിട്ട് പോകും. ரொம்ப சூப்பரான ஃபேமிலி. ഇവര് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പണ്ട് ഇവര് 10th അവൻ 8th പഠിക്കും. ആദ്യം ഇവരെ ഫസ്റ്റ് കൊണ്ടുപോയത് അമേരിക്കയിലാ. ബ്രദറിലോ അവിടെ ഇവരുടെ ക്രിസ്ത്യൻ്റെ റിലേറ്റീവ്സ് മിക്ക എല്ലാവരും അവിടെ. അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ കച്ചേരിക്ക് പോകാറുണ്ട്. അതല്ലാതെ തന്നെ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യായിരുന്നു. അതുപോലെ ഇവൾക്ക് അവിടെ പോകണം, സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പ്, കോളേജിൽ നിന്നൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പ് വരും. എല്ലാം കൊച്ചു പൊക്കോട്ടെ, പാവ എൻജോയ് പൊക്കോട്ടെ, അങ്ങനെയൊക്കെ വിടും കേട്ടോ. എല്ലാം ചെയ്തു. അപ്പൊ എന്റെ സ്കൂൾ ട്രിപ്പ് ഫസ്റ്റ് അല്ല വണ്ടലൂർ സൂ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. 3ാം ക്ലാസ് വണ്ടലൂർ സൂ. അവിടെ 3ാം ക്ലാസ്സിൽ അതും വിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തൊട്ട് പറയാ. ഫസ്റ്റ് വണ്ടലൂർ സൂ മുതക്കുണ്ട്. എന്നിട്ട് കോളേജ് സ്കൂളിൽ മൈസൂർ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഹൈദരാബാദ് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം വിടും. എന്നിട്ട് കോളേജിൽ സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിനും വിട്ടു. സോ എല്ലാത്തിനും ഞാൻ എനിക്ക് തനിയാ
പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ വിട്ട അടുത്ത സോളോ ട്രിപ്പ്, തനിയെ ഒരു ട്രിപ്പ് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം. നെക്സ്റ്റ് പ്ലാനിങ്. യാ, ഓക്കേ. ബിഫോർ മാരേജ് ഐ ഷുഡ് ഗോ ഒരു സോളോ ട്രിപ്പ്. എങ്ക സ്ഥലം? അത് എവിടെങ്കിലും എനി ഏഷ്യൻ കൺട്രി. എന്നാ ഭയങ്കര യൂറോപ്പ് സൈഡിലും പോയാ. ഞങ്ങള് തായ്ലൻഡ് വരെ ഞങ്ങക്ക് തന്നെ പോയി കൂടായിരുന്നോ? മക്കളെയും കൊണ്ട് പോണോ എല്ലായിടത്തും ഇവരെ പറഞ്ഞു. തായ്ലൻഡ് അല്ല ഫാമിലിയില് പോയല്ലെന്ന്. ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയ ഒരേ ആഭാസം. ഈ അമ്മനെ എനിക്ക് വെക്കപ്പെടണോ ഇല്ല, ഈ അമ്മ വെക്കപ്പെടണോന്ന് എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. അതല്ല ഫ്രണ്ട്സോ ഇല്ല ലവേഴ്സിന്റെ കൂടെയോ വരുന്ന സ്ഥലം, അവിടെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ ഇല്ലേ മസാജ്. അത് പെണ്ണാണോ ആണാണോ എന്ന് കൂടെ അറിയില്ല. അയ്യോ വലിയൊരു അബദ്ധം പറ്റിട്ടോ. അതായത് അവിടെ ഈ മറ്റേ ഒരു ഡാൻസ് ഷോ ഉണ്ട്, കണ്ടിരിക്കേണ്ട ഡാൻസ് ഭയങ്കര രസ. പെണ്ണുങ്ങള് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരട്ടെ നടക്കുക ഇങ്ങനെ ഷേപ്പ് അല്ല എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര അവരെ മറ്റേ വലിയ കിരീടമൊക്കെ വെച്ച് അവരിങ്ങനെ നിന്ന് ഭയങ്കര രസാ. അപ്പൊ ഈ ഡാൻസ് കഴിഞ്ഞ് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ $10 എത്രയോ കൊടുത്താ? ഇല്ല, ഞാൻ എന്റെ ബ്രദർ അവർ ഫോട്ടോ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കും, ഫോട്ടോ എടുക്കാൻ കാശ് എടുക്കണം. അപ്പൊ അവര് വന്ന് നിന്നോണ്ടിരുന്നു ഇങ്ങനെ ഫുള്ളാ ഡാൻസ് എല്ലാം ആടിയിട്ട്. ഞാൻ സുന്ദരം എടുത്തിട്ട് എന്നാടാ ഇപ്പടി இருக்காங்க அவங்க கூட வந்து ഫോട്ടോ എടുക്കണം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഫോട്ടോ എടുക്കാന്ന് ഞാൻ എന്റെ ബ്രദറും പോയി. ഞാൻ എന്റെ ബ്രദറോടാണെങ്കിൽ അവർ ഇത്ര ഹൈറ്റ്. അപ്പൊ ഞാൻ ഹൗ മച്ച് ആണ് ചോദിച്ചു. 100 ബാറ്റ് അങ്ങനെയെന്ന് വയസ്സില്. അതായത് എന്നിട്ട് അവര് നമ്മൾക്ക് ഇതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉമ്മയൊക്കെ തരും. അപ്പൊ സുന്ദറിനെ ഉമ്മ വെച്ചപ്പോ ഞങ്ങളെല്ലാം കളിയാക്കി, പെണ്ണുമ്മ കൊടുക്കുന്നു ഞാനൊക്കെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കി. അവനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ശിവാങ്കിക്ക് കൊടുത്തു. എന്ന് എനിക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞു. ഭയങ്കര സുന്ദരിയാണ്. ഞാനും ഉമ്മയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആണുങ്ങളായിരുന്നു. ആണുങ്ങൾ ശരിക്കും ആണുങ്ങൾ, വേറെ മറ്റേ കമ്മ്യൂണിറ്റി പെട്ട ഒന്നുമല്ല. അവിടെ ആണുങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം പെൺവേഷം കിട്ടി. അതിലൊരാണിനെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. കാരണം എന്താ വെച്ചാൽ ഫോളോ ചെയ്യുന്ന വെച്ചാൽ അവര് ആ ആണെങ്ങനെയാണ് പെണ്ണായി മാറുന്നത്. എന്തൊരു ഭംഗി ഇല്ല. ഈ വാക്കിംഗ് സ്ട്രീറ്റിലാ പോകുമ്പോ ഈ മസാജ് അതിനൊക്കെ ആയിരിക്കും അല്ലേ, എന്നത് ടൈം മസാജ് 100 ബാറ്റ് അങ്ങനൊക്കെ വിളിക്കാം. എന്നിട്ട് പോയോ? എങ്ങനെ പോകാൻ പറ്റും? എന്നാ അപ്പാ പോയി ആണല്ലേ. ഞാൻ പറഞ്ഞു വിട്ടു ഇവരുള്ളോണ്ട് നല്ല. പക്ഷെ പാവം ഞങ്ങള് പിന്നെ ഞങ്ങള് മാളിലൊക്കെ പോയപ്പോഴത്തേക്ക് മസാജ് ഫുഡ് ഭയങ്കര രസമാട്ടോ. പക്ഷെ നല്ല രസമാണ്. അതെ അതെ അതെ. അല്ല ഞങ്ങൾ അങ്ങനെ എവിടെയും പോവാൻ എല്ലാരെയും കൊണ്ട് പോകുന്നെന്ന് പറയാം. അതെ അതെ ഡെഫിനറ്റ്ലി നിങ്ങൾ പോണം. അതെ അതെ നല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഷോസ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഒരു ഏരിയയിൽ തന്നെ ഇരുന്ന് കുറെ ആൾക്കാർ കാണാനൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഉള്ളില് വലിയ തിയേറ്ററിൽ അവര് റെഡി ആവണത് കാണണം. ഞാനിപ്പോ നോക്കി ഈ തായ്ലൻഡിൽ ഈ പെണ്ണുങ്ങളുടെ ഒരാളെ മൊത്തം കണ്ടുപിടിച്ചു. അപ്പോഴാണ് അത് ശരിക്കും പെണ്ണാന്ന് വിചാരിച്ചോണ്ട് അതിലൊരാളെ ഉമ്മ വെച്ചത് നമ്മളെ പെണ്ണാണെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. അവർ നല്ല അതായത് നിങ്ങളെ പോലെ ആണുങ്ങളാണ്. പക്ഷെ അവരെല്ലാം ഷേവ് ചെയ്തെല്ലാം ചെയ്തിട്ട് ആ രസം അവര് അത് ഡ്രസ് ചെയ്യണത് ഭയങ്കര രസമാണ്. പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല എങ്ങനെ ഡ്രസ് ചെയ്യാൻ.